വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം. അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ എല്ലാവരും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പലരും NMMS 2023 എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ ഒരുപാട് മക്കൾ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത് സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ NMMS സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ള മക്കൾക്ക് 48,000 റുപ്പീസിൻ്റെ സ്കോളർഷിപ്പാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് അല്ലേ? അതായത് 12,000 റുപ്പീസ് വെച്ചിട്ട് ഓരോ വർഷവും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ആ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിൻ്റെ ഡേറ്റ് ഇതാ വന്നിട്ടുണ്ട് മക്കളെ. അപ്പം നിങ്ങൾ NMMS എക്സാം എഴുതി സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ഈ സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. ഇനി അല്ല ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അവർക്കും നിങ്ങൾ എന്ത് ചെയ്തു ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈറ്റാണ് കേട്ടോ. അതായത് scholarships.gov.in എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിലാണ്, അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ പോയിട്ട് അതിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ മിസ് ഈ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുന്നതായിരിക്കും? ഇതിൻ്റെ ലിങ്ക് പിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്കറിയാം നിങ്ങൾ 9ാം ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് ഈ സ്കോളർഷിപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? സോ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണ് അവിടെ ഉണ്ടാവുക. അതായത് നിങ്ങൾ പുതുതായിട്ട് ന്യൂ ഉണ്ടാവും, റിന്യൂവൽ ഉണ്ട്. അതായത് ഇപ്പോൾ 10ാം ക്ലാസ്സിലും +1ലും +2ലൊക്കെ പഠിക്കുന്ന നിങ്ങളുടെ ചേട്ടൻ ചേച്ചിമാർക്കും എന്ത് കിട്ടുന്നുണ്ട്? ഈ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ അവർ ഓൾറെഡി ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ അവർ അപ്ലൈ ചെയ്യേണ്ടത് റിന്യൂവൽ, അതായത് അത് പുതുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ? പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം നമുക്ക് ആദ്യമായിട്ടാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ സൈറ്റിൽ പോയിട്ട് അതിൽ ന്യൂ എന്ന് പറയുന്നതിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചോദിക്കും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? എൻറ്റർ ചെയ്യുക. അപ്പം കൂടുതലും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? ഒന്നുമില്ലെങ്കിൽ ഒരു അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും നിങ്ങളുടെ ഒരു എൽഡർ ആയിട്ടുള്ള ഒരാളുടെ സഹായത്തോടു കൂടെ നിങ്ങൾ ഈ ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് അവസാനം അതിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതായത് നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് കിട്ടും. നമ്മുടെ അപ്ലിക്കേഷൻ ഫോമിൽ അത് പ്രിൻ്റ് ചെയ്ത് വാങ്ങിക്കണം. ആൻഡ് ആ പ്രിൻ്റ് ചെയ്ത് വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആ ഒരു അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആവശ്യമുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അതും കൂടെ നിങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറുടെ അടുത്തോ എന്ത് ചെയ്യണം? അത് ഏൽപ്പിക്കണം. അപ്പോഴാണ് നിങ്ങൾ ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നതും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടി തുടങ്ങും. സോ ഈ ഓൺലൈനായിട്ട് മക്കളെ വേഗം തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ആൻഡ് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്കൂൾസിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ ഏൽപ്പിക്കുക. ഓക്കെ, മാക്സിമം നിങ്ങൾ പ്രിൻസിപ്പളുടെ അടുത്ത് തന്നെ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മന്ത് ലാസ്റ്റ് ആണ്. അതായത് ഓഗസ്റ്റ് 31 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 31 വരെ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഇനി അവസാന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അപ്ലൈ ചെയ്യാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സ്കോളർഷിപ്പ് എമൗണ്ട് ആണെങ്കിൽ നമ്മൾ അത്രയും പഠിച്ചെഴുതിയ എക്സാം ആണ്. സോ ആ സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടേണ്ട സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മടിച്ചിരിക്കരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങുക. സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. ആൻഡ് NMMS കിട്ടിയ എല്ലാ മക്കൾക്കും all the very best.